അജീത, ഈ മാലിന്യ പ്ലാന്റിനെ ചുറ്റിപ്പറ്റിയുള്ള സമരം അത് എത്ര വർഷമായി തുടങ്ങിയിട്ട് എന്താണ് നാട്ടുകാർ അവിടെ അനുഭവിക്കുന്നത്? അധികൃതർ ഇതൊന്നും അറിയാത്തതാണോ? നമുക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇങ്ങനെയൊരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനാവൂ. അവിടെ ഈ ഫ്രഷ് കട്ട് മാലിന്യ പ്ലാന്റ് വരുന്നതിന് മുമ്പ് ജനകീയ സമരം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒത്തുതീർപ്പുകൾക്ക് വിധേയമായിട്ടാണോ ഇങ്ങനെയൊരു പ്ലാന്റ് അവിടെ വന്നത്? താങ്കൾ നാട്ടുകാരൻ കൂടിയാണ്. ഈ വിഷയം പലതവണ കൈകാര്യം ചെയ്തൊരു വ്യക്തിയായിരിക്കാം. ഒന്ന് പ്രേക്ഷകർക്ക് അറിയാനായിട്ട് അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വളരെ ചുരുക്കിയിട്ട് ഈ കാര്യങ്ങൾ പറയാം. 2019 ഈ പ്ലാന്റിനെതിരായിട്ടുള്ള സമരം ആരംഭിക്കുന്നത്. 2018 കൂടിയിട്ടാണ് ഈ സ്ഥാപനം അവിടെ ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയത്. 19 പ്രവർത്തനം ആരംഭിച്ചു. ഡേറ്റിൽ എന്താ വ്യത്യാസം ഉണ്ടെങ്കിലും ഉടമകളൊക്കെ ഉണ്ട്, അവർ പറയായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി തുടങ്ങുന്നതിന് മുൻപ് അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സമരങ്ങളില്ല, പ്രക്ഷോഭങ്ങളില്ല. എന്നാൽ ഈ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് നാട്ടുകാരെടുത്ത് ഇത്തരത്തിലൊരു ഫാക്ടറിയാണ് തുടങ്ങുന്നത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവിടെ ഒരു മിനറൽ വാട്ടർ, അതേപോലെ തന്നെ പ്രോട്ടീൻ മിക്സിംഗ് യൂണിറ്റ്, ആ രൂപത്തിലൊക്കെ ആയിരുന്നു പുറത്തുള്ള പ്രചരണം. അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ ഒരു പ്രത്യേകത, ഇതിപ്പോ താമരശ്ശേരി ഭാഗത്തുനിന്ന് പോവുകയാണെങ്കിൽ കിലോമീറ്ററുകളോളം വിജനമായ വഴിക്ക് പോയിട്ട് ഉള്ള ഒരു സ്ഥലത്തിൽ കാട്ടിന്റെ ഉള്ളിലായിട്ടാണ് തോന്നുക. അപ്പൊ ആര് വന്നു കഴിഞ്ഞാലും ഇത്ര അകത്താണല്ലോ, ആർക്കും ഒരു പ്രശ്നമല്ലല്ലോ എന്ന് തോന്നും. എന്നാൽ ഈ പ്ലാന്റ് തൊട്ട് പുറകിൽ ഒരു പുഴയുടെ അക്കരെ ജനവാസ മേഖലയാണ്. ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഈ ഫാക്ടറി ആരംഭിച്ച അന്നു മുതൽ ഈ ദുർഗന്ധം വമിക്കുകയും അവിടെ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവുകയും ചെയ്തു. ആ സമയത്ത് തന്നെ അവര് സമരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. സമരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ അല്ല, അവർ ചെറിയ രൂപത്തിലുള്ള ആ പ്രദേശവാസികളുടെ സമരം അത് ഏകദേശം 5 കൊല്ലത്തോളം നീണ്ടു നിന്നു. അവിടെ CPM ഈ ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗ് നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ UDF സംയുക്തമായിട്ട് നടത്തിയിട്ടുണ്ട്. ആ നിരന്തര മാർച്ചുകളും ആ പ്രദേശത്ത് ഇങ്ങനെ ഒതുങ്ങി നിന്ന് ഒരു സമര രൂപമായിരുന്നു കണ്ടത്. അത് CPM ഒക്കെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ സമരം അങ്ങോട്ട് നടത്തിയിട്ടുള്ളത്. അത് പിന്നീട് കഴിഞ്ഞ ഏകദേശം ഒരു വർഷത്തോളമായിട്ടേ ഉള്ളൂ ഈ ഇരുതുള്ളിപ്പുഴ സംരക്ഷണ സമിതി എന്നുള്ള രൂപത്തിൽ ഈ നിലവിലുള്ള ഈ സമരസമിതി ഈ സമരരംഗത്തേക്ക് കടന്നു വരികയും ഈ രൂപത്തിലുള്ള ഒരു ഒരു 3 മാസത്തോളം ഈ താമരശ്ശേരി കൂടത്തായിൽ റോഡ് സൈഡിൽ പന്തൽ കെട്ടി സമരം നടത്തി. പിന്നീട് അത് ഫാക്ടറിന്റെ തൊട്ട് മുന്നേ തന്നെ ഒരു സമരപ്പന്തൽ കെട്ടി. പിന്നീട് വഴിയിൽ ഈ ഫാക്ടറിയിലേക്ക് വരുന്ന വാഹനങ്ങൾ തടയുന്ന രൂപത്തിലുള്ള ഈ സമരം നടത്തി. അങ്ങനെ വിവിധ രൂപത്തിലുള്ള സമരം അവർ നടത്തി വരും. താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തി. എല്ലാം സമാധാനപരമായിരുന്നു. ഇവര് സമരം നടത്താനുള്ള കാരണം, ഞാൻ എല്ലാ സമയത്തും അതിന്റെ ഉടമകളൊക്കെ കൂടെ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം. എല്ലാ സമയത്തും ഞാൻ ഈ സമരക്കാരെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ചെയ്തത് ഞാനാ. ഈ കഴിഞ്ഞ ദിവസത്തെ ലാത്തിച്ചാറിന്റെ എല്ലാ വിഷ്വലും എടുത്തത് ഞാനാ. അപ്പൊ എനിക്കറിയാം അവിടുത്തെ ഒരു സ്ഥിതി. അപ്പൊ ആര് ദുർഗന്ധമില്ല എന്ന് പറഞ്ഞാലും നല്ല രൂപത്തിൽ കമ്പനിയിൽ നിന്ന് ദുർഗന്ധമുണ്ട്. പ്രത്യേകിച്ച് ഈ കരിമ്പാലംകുന്ന് ഈ നിവാസികൾ, അതായത് ഫാക്ടറിയോട് ചേർന്നുള്ള ഭാഗം. പിന്നീട് ഈ മഞ്ഞ് മൂടിയ സമയങ്ങളിൽ താമരശ്ശേരി വരെ, അതായത് കുടുക്കലുമ്മരം, കൂടത്തായി, ഈ അമ്പലമുക്ക് ഭാഗത്തേക്ക് ഇതിന്റെ രൂക്ഷമായ ഗന്ധം വരികയും ഈ രാത്രി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ തെരുവിലിറങ്ങുകയും ഈ പാലത്തിൽ ഉപരോധം തീർക്കുകയും ഒക്കെ അത്തരത്തിലുള്ള ഒരുപാട് സമരങ്ങൾ നടന്നു. അതിന്റെ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഈ കളക്ടറേറ്റിൽ ഒരു യോഗം ചേരുകയും കളക്ടറുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ഉന്നത തലത്തിലേക്ക് അയക്കുകയും ചെയ്തു. ആ സമയത്ത് ആ ഒരു റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നിലവിൽ അവിടെ ഈ അവർക്ക് അനുവദിച്ചതിനേക്കാളും എത്രയോ ടൺ അധികമാണ് അവിടെ പിന്നെ പ്രോസസ് ചെയ്യുന്നതും, അത് അതിൽ കുറയ്ക്കണം, അത് 25 ടണ്ണിൽ ഒതുക്കണം എന്നും. അതേപോലെ തന്നെ ഈ ഇവർക്ക് മറ്റൊരു നിബന്ധന, ഈ ഫ്രീസറുള്ള വണ്ടിയിലാണ് ഈ മാലിന്യം കടകളിൽ നിന്ന് കൊണ്ടുവരേണ്ടത്. ഈ കടക്കാർ ഫ്രീസറിൽ സൂക്ഷിക്കണം വേസ്റ്റ്. ഈ ഫാക്ടറിയിലും അതേപോലെയാണ് വരേണ്ടത്. എന്നാൽ ഈ ഫ്രീസർ ഇല്ലാത്ത വണ്ടിയിൽ ഇപ്പൊ കുറച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിച്ച ശേഷം കുറച്ച് വണ്ടികളിലൊക്കെ ഫ്രീസർ ഉണ്ട്. അതിന് മുൻപ് ഇവരുടെ ഒരു വണ്ടി കടന്നു പോയാൽ ആ റോഡിന്റെ അരികിൽ നിൽക്കാനോ അതല്ലെങ്കിൽ നമുക്ക് വേറൊരു ബൈക്കിൽ പോകാനോ ഒന്നിനും പറ്റില്ല. അത്രയും ദുർഗന്ധം, നമ്മൾ ഷർട്ട് വരെ മണക്കും. ആ രൂപത്തിൽ പൊതുവേ ഉള്ള ആളുകൾക്ക്, ഈ വണ്ടി പോകുന്ന വഴിക്കുള്ള ജില്ലന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കുള്ളൊരു പ്രശ്നം. അതേപോലെ തന്നെ ഈ ഫാക്ടറിയിൽ നിന്നുള്ള ഉയർന്ന ദുർഗന്ധം. പിന്നെ ഈ ഫാക്ടറിന്റെ പല ഭാഗത്തുകൂടെ ഈ പൈപ്പുകൾ പുറത്തേക്ക്
ഇട്ടിട്ട് അതിലൂടെ മലിനജലം പുറത്തേക്ക് ഒഴിക്കുകയാണ്. അതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയും വിഷ്വൽ എടുക്കുകയും ചെയ്ത സംഭവമാണ്. ആരും നിഷേധിച്ചാലും നമ്മുടെ അടുത്ത് അതിൻ്റെയൊക്കെ വിഷ്വൽ ഉണ്ട്. ആ രൂപത്തിലുള്ള അത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരൊക്കെ നേരിട്ട് വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ ഈ ആളുകളോടും സമരസമിതിക്കാരോടും നാട്ടുകാരോടൊക്കെ ഇവരെ ഈ കാര്യങ്ങളൊക്കെ പറയും, നടപടി എടുക്കുമെന്ന് പറയും. എന്നിട്ട് ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകളെല്ലാം നേരെ മറിച്ച് ഈ ഫാക്ടറി ഉടമകൾക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള കൊടുക്കുന്നു എന്നാണ് ഈ സമരസമിതിയുള്ള ആളുകളുടെ പ്രധാന പരാതി. പിന്നെ ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ സമിതി ഈ സ്ഥലത്ത് സന്ദർശിച്ചിരുന്നു. 7 MLA-മാർ ചേർന്ന സംഘം വന്നത്. അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. എന്നാൽ അവരുടെ റിപ്പോർട്ട് ഇതുവരെ നിയമസഭയിൽ വെച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം കൂടെ വന്നപ്പോൾ ജനങ്ങൾ മൊത്തത്തില് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നും ആരിൽ നിന്നും നീതി കിട്ടൂല എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അവസാന ഘട്ടത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സമരം പോലെ ഈ ഫാക്ടറിയിലേക്ക് പോകുന്ന വണ്ടികൾ തടയുക എന്നുള്ള രൂപത്തിലേക്ക് അവർ വന്നത്. ഓക്കെ മജീദ് താമരശ്ശേരി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. മജീദ് താമരശ്ശേരി സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്രയും പറഞ്ഞത്.